പ്രിയപ്പെട്ട സുഹൃത്ത് നമസ്കാരം. ഇന്ന് മെയ് 31 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സുമായി ജെഡിസ് കറണ്ട് അഫേഴ്സ്. ഇന്ന് വേൾഡ് നോ ടൊബാക്കോ ഡേ ആണ്. പുതിയ കാര്യങ്ങൾ അറിയുന്തോറും നമുക്കുണ്ടാവുന്നൊരു മാറ്റമുണ്ട്. ആ മാറ്റം വരണമെങ്കിൽ നമുക്ക് ആകാംക്ഷ വേണം. അതായത് പുതിയ കാര്യങ്ങൾ അറിയാനുള്ളൊരു ആകാംക്ഷ ഉണ്ടെങ്കിൽ നമ്മൾ അതിനുവേണ്ടി സമയം മാറ്റി വെക്കുകയാണെങ്കിൽ നമുക്ക് നല്ല മാറ്റം ഉണ്ടാവും. പരീക്ഷകളിലും എവിടെയും നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കും. ജെഡിസ് കറണ്ട് അഫേഴ്സ് ഓരോ ദിവസവും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ് നൽകാൻ ശ്രമിക്കുന്നത്. ഇന്ന് മെയ് 31 നമുക്ക് ഇന്നത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്: ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ പ്രസന്റഡ് ദി നാഷണൽ ഫ്ലോറൻസ് നൈറ്റിംഗൽ അവാർഡ്സ് 2025. 2025 ദേശീയ ഫ്ലോറൻസ് നൈറ്റിംഗൽ അവാർഡുകൾ ഇന്ത്യൻ രാഷ്ട്രപതി സമ്മാനിച്ചു. ഇന്നലെയായിരുന്നു ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൗപദി മുർമു ഈ ഒരു അവാർഡ് നൽകിയിട്ടുള്ളത്. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 മെയ് 30 2025 ദേശീയ ഫ്ലോറൻസ് നൈറ്റിംഗൽ അവാർഡുകൾ ആരാണ് സമ്മാനിച്ചത്? ഇന്ത്യൻ രാഷ്ട്രപതി ശ്രീ ദ്രൗപദി മുർമു. ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൗപദി മുർമു ആണ് നാഷണൽ ഫ്ലോറൻസ് നൈറ്റിംഗൽ അവാർഡ് നൽകിയിട്ടുള്ളത്. ഇത് നഴ്സസിനെ അവരുടെ സേവനത്തിന് നൽകുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള അവാർഡ് ആണത്. 2025 ദേശീയ ഫ്ലോറൻസ് നൈറ്റിംഗൽ അവാർഡുകൾ എത്ര നഴ്സുമാർക്ക് ലഭിച്ചു? 15 നഴ്സുമാർ. 15 നഴ്സുമാർക്കാണ് ഈ പ്രാവശ്യത്തെ 2025 നാഷണൽ ഫ്ലോറൻസ് നൈറ്റിംഗൽ അവാർഡ് ലഭിച്ചിട്ടുള്ളത്. കേരളത്തിൽ നിന്ന് ആർക്കും ഈ അവാർഡ് ഈ പ്രാവശ്യം ലഭിച്ചിട്ടില്ല. 15 നഴ്സുമാർക്കാണ് ഇന്നലെ മെയ് 30 ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൗപദി മുർമു നൽകിയിട്ടുള്ള ദി ഹയസ്റ്റ് അവാർഡ്. ഇന്ത്യയിലെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള നഴ്സസ് നൽകുന്ന ഏറ്റവും വലിയ ഹയസ്റ്റ് അവാർഡ് ആണ് ഫ്ലോറൻസ് നൈറ്റിംഗൽ അവാർഡ്. 2025 ദേശീയ ഫ്ലോറൻസ് നൈറ്റിംഗൽ അവാർഡുകൾ ഇന്ത്യൻ മിലിറ്ററി സർവീസിൽ നിന്നുള്ള ആർക്കാണ് ലഭിച്ചത്? മേജർ ജനറൽ ഷീന പേഡി, അഡീഷണൽ DGMNS MOD ആർമി. DGMNS എന്നാൽ ഡയറക്ടർ ജനറൽ മിലിറ്ററി നഴ്സിംഗ് സർവീസ്, MOD മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ഓഫീസർ ആണ് മേജർ ജനറൽ ഷീന പേഡി. ഈ പ്രാവശ്യം നാഷണൽ ഫ്ലോറൻസ് നൈറ്റിംഗൽ അവാർഡ് ലഭിച്ചു. ഫ്ലോറൻസ് നൈറ്റിംഗലിന്റെ ജീവിതത്തെയും പ്രവർത്തനത്തെയും അനുസ്മരിക്കാൻ ഏത് ദിവസമാണ് നമ്മൾ അന്താരാഷ്ട്ര നഴ്സിംഗ് ദിനം ആഘോഷിക്കുന്നത്? 12 മെയ്. എല്ലാ വർഷവും 12th മെയ്ക്കാണ് ഫ്ലോറൻസ് നൈറ്റിംഗൽ അവരുടെ ആ ഒരു സേവനത്തിനെ ആ ഒരു ദിവസം നഴ്സസ് ഡേ ആയിട്ട് ആഘോഷിക്കുന്നത്. ആ ദിവസമാണ് ഫ്ലോറൻസ് നൈറ്റിംഗലിന്റെ ജന്മദിനവും. ഇതോടനുബന്ധിച്ചാണ് എല്ലാ വർഷവും 12 മെയ് വേൾഡ് നഴ്സസ് ഡേ ആയിട്ട് ആഘോഷിക്കുന്നത്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ്: ഇന്ത്യ ഫസ്റ്റ് ഡിസ്ട്രിക്ട് ടു മീറ്റ് ഇറ്റ്സ് എൻറ്റയർ പവർ ഡിമാൻഡ് വിത്ത് സോളാർ എനർജി. സൗരോർജ്ജം ഉപയോഗിച്ച് മുഴുവൻ വൈദ്യുതി ആവശ്യം നിറവേറ്റുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല. സോളാർ എനർജി ഇപ്പോൾ, അതായത് റിന്യൂവബിൾ എനർജി പ്രാധാന്യം കൂടി വരികയാണ്. ഇതനുസരിച്ച് ഇന്ത്യയിലെ ആദ്യത്തെ ഡിസ്ട്രിക്ട് ആണിപ്പോൾ പൂർണ്ണമായിട്ടും സോളാർ എനർജി ഉപയോഗിച്ചിട്ടുള്ള പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. ഏത് ഡിസ്ട്രിക്ട് ആണ് ഇന്ത്യയിലെ ദ ഫസ്റ്റ് ഡിസ്ട്രിക്ട് ടു മീറ്റ് ഇറ്റ്സ് എൻറ്റയർ പവർ ഡിമാൻഡ് വിത്ത് സോളാർ എനർജി? നമുക്ക് കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. സൗരോർജ്ജം വഴി പൂർണ്ണ വൈദ്യുതി ആവശ്യകത നിറവേറ്റുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജില്ലയായി ഇന്ത്യയിലെ ഏത് ജില്ല മാറി? ദിയു എന്ന കേന്ദ്രഭരണ പ്രദേശം, ഒപ്പം തന്നെ ഡിസ്ട്രിക്ട് ആയിട്ടുള്ള ദിയു ആണ് ഇന്ത്യയിലെ ആദ്യത്തെ, അതായത് പൂർണ്ണമായിട്ടും വൈദ്യുതി സോളാർ വഴി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആ ഡിസ്ട്രിക്ട് ആയിട്ട് മാറിയിട്ടുള്ളത്. ഇന്ത്യയിലെ ദ ഫസ്റ്റ് ഡിസ്ട്രിക്ട് ടു ഫുൾഫിൽ ഇറ്റ്സ് കംപ്ലീറ്റ് റിക്വയർമെന്റ് വയ സോളാർ എനർജി. സൗരോർജ്ജം വഴി പൂർണ്ണ വൈദ്യുതി ആവശ്യകത നിറവേറ്റാൻ ദിയുവിന്റെ സ്ഥാപിത ശേഷി എത്രയാണ്? ആകെ 11.88 മെഗാവാട്ട്. 11.88 മെഗാവാട്ട് വൈദ്യുതിയാണ് ദിയു എന്ന ആ ഡിസ്ട്രിക്റ്റിന് ആവശ്യമായിട്ടുള്ളത്. ഇത് പൂർണ്ണമായിട്ടും ദിയു ഇപ്പോൾ സോളാർ എനർജി വഴി ആണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ദിയുവിലെ വൈദ്യുതി ഉൽപ്പാദനം നിറവേറ്റുന്നതിന് എത്ര മേൽക്കുരയുള്ള സൗരോർജ്ജം സ്ഥാപിച്ചിട്ടുണ്ട്? 2.88 മെഗാവാട്ട് മേൽക്കുര ഇൻസ്റ്റലേഷനുകൾ. അതായത് 11.88 മെഗാവാട്ട്, അതിൽ 2.88 മെഗാവാട്ട് ഇത് റൂഫ് ടോപ്പ് ഇൻസ്റ്റലേഷൻസ് ആണ്. മേൽക്കുരയുടെ മുകളിലുള്ള സോളാർ പാനൽസ് വെച്ചിട്ടുള്ള ഒരു ഉൽപ്പാദനമാണ്. സാധാരണ വീടൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് 3 kV അല്ലെങ്കിൽ 5 kV വരെയാണ് റൂഫ് ടോപ്പിൽ നമുക്ക് ഉൽപ്പാദിക്കാൻ സാധിപ്പിക്കുന്നത്. ഇതനുസരിച്ച് നിരവധി വീടുകളിൽ റൂഫ് ടോപ്പ് സോളാർ പാനലുകൾ വെച്ച് 2.88 മെഗാവാട്ട് സോളാർ എനർജിയാണ് ദിയു ഉൽപ്പാദിപ്പിക്കുന്നത്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ്: മിനിരത്ന സ്റ്റാറ്റസ് ഗ്രാൻഡഡ് ടു MIL, AVNL ആൻഡ് IOL.
MIL, AVNL, IOL എന്നിവയ്ക്ക് മിനിരത്ന പദവി നൽകി. എന്താണ് MIL, AVNL, IOL? മിനിരത്ന സ്റ്റാറ്റസ് എന്ന് പറയുമ്പോൾ ഇൻഡസ്ട്രീസിലെ ഏറ്റവും ടോപ്പ് ലെവൽ വരുന്ന കാറ്റഗറീസിൽ നൽകുന്ന ഒന്നാണ് മിനിരത്ന. 3 ടൈപ്പ് ആണ് ഉള്ളത്. ഒന്ന് മഹാരത്ന, നവരത്ന, മിനിരത്ന. ഏറ്റവും ടോപ്പ് ലെവൽ വരുന്ന കമ്പനികൾക്ക് മഹാരത്നയും അതിന് താഴെ വരുന്ന നവരത്നയും, മൂന്നാമത്തത് മിനിരത്നയാണ്. ഇത് ലഭിക്കുക തന്നെ പറയുമ്പോൾ പല കാറ്റഗറീസിൽ വരുന്ന പല ക്രൈറ്റീരിയസ്, പല മാനദണ്ഡങ്ങളും അതിനെ നോക്കിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ക്ലാസിഫിക്കേഷൻ നൽകുന്നത്. ഇതിൽ മഹാരത്ന ഏറ്റവും ടോപ്പ് ലെവലിൽ, രണ്ടാമത്തേത് നവരത്ന, മൂന്നാമത്തെ മിനിരത്ന. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് എത്ര പ്രതിരോധ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് മിനിരത്ന പദവി നൽകി? 3 DPSU. ഇന്ത്യൻ ഡിഫൻസ് മിനിസ്റ്റർ 3 ഡിഫൻസ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്സ് DPSUവിന് മിനിരത്ന എന്ന സ്റ്റാറ്റസ് നൽകിയിരിക്കുകയാണ്. ഏതെല്ലാം 3 പ്രതിരോധ പൊതുമേഖലാ സ്ഥാപനങ്ങളെയാണ് മിനിരത്ന പദവിയിലേക്ക് മാറ്റിയത്? മ്യൂണീഷ്യൻസ് ഇന്ത്യ ലിമിറ്റഡ് MIL, ആംഡ് വെഹിക്കിൾസ് നിഗം ലിമിറ്റഡ് AVNL, ഇന്ത്യ ഓപ്റ്റൽ ലിമിറ്റഡ് IOL. ഇത് 3ഉം ഡിഫൻസ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്സ് ആണ്. മ്യൂണീഷ്യൻസ് ഇന്ത്യ ലിമിറ്റഡ് ഇത് പൂനെയിലാണ്. ആംഡ് വെഹിക്കിൾസ് നിഗം ലിമിറ്റഡ് ഇത് തമിഴ്നാട്ടിലെ ആവടിയിലാണ്. ഇന്ത്യ ഓപ്റ്റൽ ലിമിറ്റഡ് ഇത് ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിലാണ്. മ്യൂണീഷ്യൻസ് ഇന്ത്യ ലിമിറ്റഡ്, ആംഡ് വെഹിക്കിൾസ് നിഗം ലിമിറ്റഡ്, ഇന്ത്യ ഓപ്റ്റൽ ലിമിറ്റഡ് എന്നിവ ഏത് വർഷത്തിലാണ് രൂപീകരിച്ചത്? 2021 ഒക്ടോബർ 1. 2021 ഒക്ടോബർ 1-ാം തീയതിയാണ് ഈ 3 കമ്പനികൾ രൂപീകരിച്ചിട്ടുള്ളത്. അതായത് മ്യൂണീഷ്യൻസ് ഇന്ത്യ ലിമിറ്റഡ്, ആംഡ് വെഹിക്കിൾസ് നിഗം ലിമിറ്റഡ്, ഇന്ത്യ ഓപ്റ്റൽ ലിമിറ്റഡ് എന്നിവയെല്ലാം. ഓർഡിനൻസ് ഫാക്ടറി ബോർഡിൽ നിന്ന് 2021 ഒക്ടോബർ 1-ന് എത്ര പ്രതിരോധ പൊതുമേഖലാ സ്ഥാപനങ്ങൾ രൂപീകരിച്ചു? 7. ഓർഡിനൻസ് ഫാക്ടറി ബോർഡ് ഇത് ഡിഫൻസ് പബ്ലിക് സെക്ടർ യൂണിറ്റ് ആണ്. ഇതിനെയാണ് 2021 ഒക്ടോബർ 1-ാം തീയതി 7 കമ്പനി ആയിട്ട് രൂപീകരിച്ചിട്ടുള്ളത്. അതിൽ 3 കമ്പനീസ് ആണ് ഇപ്പോൾ മിനിരത്ന ലഭിച്ചിട്ടുള്ളത്. 2021 ഒക്ടോബർ 1-ാം തീയതി ഓർഡിനൻസ് ഫാക്ടറി ബോർഡിന്റെ 41 പ്രൊഡക്ഷൻ യൂണിറ്റിനെ 7 കമ്പനികളുടെ കീഴിലേക്ക് മാറ്റി. അതിൽ 3 കമ്പനിക്കാണ് ഇപ്പോൾ മിനിരത്ന പദവി ലഭിച്ചിട്ടുള്ളത്. മ്യൂണീഷ്യൻസ് ഇന്ത്യ ലിമിറ്റഡ്, ആംഡ് വെഹിക്കിൾസ് നിഗം ലിമിറ്റഡ്, ഇന്ത്യ ഓപ്റ്റൽ ലിമിറ്റഡ് എന്നിവയെല്ലാം. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ് ഇന്റർനാഷണൽ എവറസ്റ്റ് ഡേ 2025. അന്താരാഷ്ട്ര എവറസ്റ്റ് ദിനം 2025. എന്നാണ് ഇന്റർനാഷണൽ എവറസ്റ്റ് ഡേ ആഘോഷിക്കുന്നത്? നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. എവറസ്റ്റ് ദിനം ഏത് തീയതിയിലാണ് ആഘോഷിക്കുന്നത്? മെയ് 29. മെയ് 29-ാം തീയതിയാണ് എല്ലാ വർഷവും എവറസ്റ്റ് ദിനം ആയിട്ട് ആഘോഷിക്കുന്നത്. എവറസ്റ്റ് ആദ്യമായി കീഴടക്കിയതിന് ശേഷമുള്ള എവറസ്റ്റ് ദിനത്തിന്റെ 72-ാം വാർഷികം ഏത് ദിവസമാണ് ആഘോഷിച്ചത്? 2025 മെയ് 29. എവറസ്റ്റ് ദിനം എന്ന ആ ദിനം പ്രഖ്യാപിച്ചതിന് ശേഷം ഈ പ്രാവശ്യം 72-ാമത്തെ വാർഷികമാണ് ആഘോഷിച്ചിട്ടുള്ളത്. 2025 മെയ് 29-ാം തീയതി. എവറസ്റ്റിൽ ആദ്യ കൊടുമുടി കയറ്റം ഏത് തീയതിയിലായിരുന്നു? 1953 മെയ് 29. ടെൻസിംഗ് ഹിലാരി എന്നിവരാണ് ആദ്യമായിട്ട് എവറസ്റ്റ് കീഴടക്കിയിട്ടുള്ളത് 1953 മെയ് 29. അതുകൊണ്ട് തന്നെയാണ് മെയ് 29-ാം തീയതി എല്ലാ വർഷവും എവറസ്റ്റ് ദിനമായിട്ട് ആഘോഷിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് എവറസ്റ്റ് കീഴടക്കിയിട്ടുള്ള വ്യക്തി എന്ന് പറയുമ്പോൾ അത് കാമിറത്തയാണ്. കാമിറത്ത ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച 31 പ്രാവശ്യമാണ് എവറസ്റ്റ് കീഴടക്കിയിട്ടുള്ളത്. മെയ് 27-ന് കാമിറത്ത എന്ന ഷാർപ്പ നേപ്പാളി സ്വദേശിയായിട്ടുള്ള അദ്ദേഹം 31st ടൈം ആണ് മൗണ്ട് എവറസ്റ്റ് കീഴടക്കിയിട്ടുള്ളത്. അത് അദ്ദേഹത്തിന്റെ റെക്കോർഡ് ആണ്. 55 വയസ്സുള്ള വ്യക്തിയാണ് കാമിറത്ത. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ് ഇന്ത്യ ഫസ്റ്റ് AI സ്പെഷ്യൽ എക്കണോമിക് സോൺ. ഇന്ത്യസ് ഫസ്റ്റ് AI സ്പെഷ്യൽ എക്കണോമിക് സോൺ. ഇന്ത്യയിലെ ആദ്യത്തെ AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സ്പെഷ്യൽ എക്കണോമിക് സോൺ വരാൻ പോവുകയാണ്. ഏത് സംസ്ഥാനത്താണ് ഈ ഒരു ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സ്പെഷ്യൽ എക്കണോമിക് സോൺ വരാൻ പോകുന്നത്? നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കേന്ദ്രീകൃത പ്രത്യേക സാമ്പത്തിക മേഖല എവിടെയാണ് വരാൻ പോകുന്നത്? നവ റൈപ്പൂർ, ഛത്തീസ്ഗഡ്. ഛത്തീസ്ഗഡിന്റെ ക്യാപിറ്റൽ ആയിട്ട് റൈപ്പൂർ, അതിനടുത്തുള്ള നവ റൈപ്പൂർ, അതായത് പുതിയ റൈപ്പൂർ, ഇവിടെയാണ് ഇപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സ്പെഷ്യൽ എക്കണോമിക് സോൺ വരാൻ പോകുന്നത്. ഇതനുസരിച്ച് മൈക്രോസോഫ്റ്റ്, ഗൂഗിൾ അതുപോലെ തന്നെ വലിയ വലിയ കമ്പനികൾ ആണ് ഇനിയിപ്പോൾ ഛത്തീസ്ഗഡിലെ നവ റൈപ്പൂരിലെ വരിക.
നവ റൈപ്പൂരിലെ ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കേന്ദ്രീകൃത പ്രത്യേക സാമ്പത്തിക മേഖലയിൽ നിക്ഷേപം നടത്തുന്ന കമ്പനി ഏതാണ്? റാക് ബാങ്ക് ഡാറ്റാ സെന്റേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. മധ്യപ്രദേശിലെ ഇൻഡോറിലുള്ള ഒരു കമ്പനിയാണ് റാക് ബാങ്ക് ഡാറ്റാ സെന്റർ പ്രൈവറ്റ് ലിമിറ്റഡ്. ഈ ഒരു കമ്പനിയാണ് ഇപ്പോൾ ഛത്തീസ്ഗഡിലെ നവ റൈപ്പൂരിലെ ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സ്പെഷ്യൽ എക്കണോമിക് സോൺ കൊണ്ടുവരാൻ പോകുന്നത്. ഇതിന്റെ പ്രവർത്തനം കഴിഞ്ഞാൽ ആ പ്രദേശത്ത് നിരവധി തൊഴിൽ സാധ്യതയാണ് വരാൻ പോകുന്നത്. പ്രത്യേകിച്ച് ഗൂഗിൾ, മൈക്രോസോഫ്റ്റ് എന്നീ കമ്പനികൾ ആണ് അവിടേക്ക് ഫോക്കസ് ചെയ്യുക. നമ്മളിന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള 17 കറണ്ട് അഫേഴ്സും ജനറൽ നോളജ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ജഡീസ് കറണ്ട് അഫേഴ്സിൻ്റെ ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.